നമസ്കാരം. ഇപ്പോൾ സമയം ഏകദേശം 5:30 അടുക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലുവയിലാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ എൻ്റെ ബാക്കിലൂടെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന സ്ഥലം മുഴുവനും ഇനി വണ്ടികളെ കൊണ്ടും ആളുകളെ കൊണ്ടും നിറയും. ഇവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാമോ? 1500 പേരെ ഒരേ സമയം നീന്തൽ പഠിപ്പിക്കുന്ന ഒരു സംഗതിയാണ് ഇവിടെ നടക്കുന്നത്. ഈ ലോകത്തിന് ഇതെവിടെങ്കിലും സാധ്യമാണോ എന്നെനിക്കറിയില്ല. നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം. ഇതാണ് ഞാൻ പറഞ്ഞ 1500 പേരെ ഒരേ സമയം നീന്തൽ പഠിപ്പിക്കുന്ന ആ മഹാസംഭവം. ഇപ്പം എൻ്റെ പുറകെ നിൽക്കുന്ന ആളുകളെല്ലാം നീന്തൽ പഠിക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ടുള്ളതാണ്. ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ടാണ് ഇവരിത് ചെയ്യുന്നത്. കണ്ടോ, ഇവിടെ നിന്ന് ഫോമൊക്കെ ഫില്ല് ചെയ്ത് എല്ലാവരുടെയും പേരുകളും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടാണ് പഠിപ്പിക്കുന്നത്. അല്ലാതെ ഇത്രയും ആളുകളുണ്ടെന്ന് എഴുതി റാൻഡംലി ആളുകളെ വെള്ളത്തിലേക്ക് ഇറക്കി പഠിപ്പിക്കുന്ന ഒരു പരിപാടിയല്ല. LKG UKG മുതലുള്ള കുട്ടികൾ എൻ്റെ പിറകിലുണ്ട്. കണ്ടോ, ഇവരെല്ലാം ക്യൂ ആയിട്ട് അസൈൻ ചെയ്ത് കൃത്യമായിട്ട് ഗ്രൂപ്പ് തിരിച്ച് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടാണ് ഇവിടെ ക്ലാസ്സുകൾ നടക്കുന്നത്. ഈ 1500 പേരെ ഒരേ സമയം നീന്തൽ പഠിപ്പിക്കുന്ന സംരംഭത്തിന്റെ ആശാനാണ് നമ്മുടെ കൂടെ ഉള്ളത്. ചേട്ടന്റെ പേര് സജീവ് വാളശ്ശേരിയിൽ നിന്നാണ്. നമസ്കാരം. നമസ്കാരം. ചേട്ടാ, എത്ര നാളായി ശരിക്കും ഈ പരിപാടി തുടങ്ങിയിട്ട്? ഇത് 15ാമത്തെ തവണയാണ്. എന്നാൽ വർഷം കണക്കൂട്ടി കഴിഞ്ഞാൽ 14 വർഷമായിട്ടുള്ളൂ. 2010 തുടക്കം. ആദ്യം എത്ര പേരെ വെച്ചിട്ടാണ്? ആദ്യം എന്റെ 2 കുട്ടികൾ, മെറിൻ സജി, ജെറിൻ സജി, പിന്നെ എന്റെ 2 കൂട്ടുകാരന്റെ 2 കുട്ടികൾ, അങ്ങനെ 4 പേരെ വെച്ചാണ് ഇത് തുടങ്ങിയത്. പിന്നെ ഇത് പടിപടിയായിട്ട് അങ്ങനെ വളർന്ന് പന്തലിച്ചു എന്ന് വേണമെങ്കിൽ ഇപ്പൊ പറയാം. ഇതൊരു പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂൾ ആണോ ശരിക്കും? ശരിക്കും ഇത് പുഴയാണെങ്കിലും ഞങ്ങള് സ്വിമ്മിംഗ് പൂളിനേക്കാളും സുരക്ഷിതമായിട്ടാണ് ഇവിടെ നീന്തൽ പഠിപ്പിക്കുന്നത്. ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, ഇത് പുഴ തന്നെയാണ്, പുഴയുടെ സൈഡാണ്. എന്നാൽ സ്വിമ്മിംഗ് പൂളിനേക്കാളും വളരെ ലളിതമായിട്ട് നീന്തൽ പഠിക്കാം. അപ്പൊ എങ്ങനെയാണ് ഈ 1000 പേര് 1500 പേരെയൊക്കെ ഒരുമിച്ച് ഈ ഒരു ആശയത്തിലേക്ക് എങ്ങനെയാ വന്നത്? ഇത് കൂടുതൽ ആളുകളും കൊണ്ട് വരാൻ തുടങ്ങിയപ്പോ നമ്മള് ഇത്രയും വർഷം കൊണ്ടുള്ള പാഠം തന്നെയാണ് അത്. എങ്ങനെ ഒരാളെങ്കിലും കൂടുതൽ നീന്തൽ പഠിപ്പിക്കാം, അങ്ങനെയുള്ള ആശയത്തിൽ എന്ന് ഞാൻ അതിനെക്കുറിച്ച് ഇപ്പൊ 1500 പേരെ നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ അങ്ങനെ 1600 ആക്കാം, അല്ലെങ്കിൽ 700 ആക്കാം. അങ്ങനെയാണ് നമ്മുടെ ചിന്താഗതി. അങ്ങനെയാണ് ഇത് വളർന്നു വന്നത്. പിന്നെ ഇത് ഒരു പ്രത്യേക പാറ്റേൺ തയ്യാറാക്കി pre-KG തുടങ്ങി PD വരെ അങ്ങനെ ഒരു സ്കൂൾ കോളേജ് അന്തരീക്ഷം ഇവിടെ സൃഷ്ടിച്ച് അങ്ങനെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. സ്ത്രീകളെയും കുട്ടികളെയും പുരുഷന്മാരെല്ലാരെയും പഠിപ്പിക്കും. സ്ത്രീകൾക്ക് 50% സീറ്റ് ഇവിടെ മാറ്റിയിട്ടേക്കാണ്. ഇപ്പൊ നമ്മൾ 1 വയസ്സ് തുടങ്ങിയുള്ള കുട്ടികളെ എടുക്കുന്നുണ്ട്, ബേബി പൂള്. പിന്നെ 81കാരൻ ഇവിടെ ഇപ്പൊ ഇന്ന് നീന്തൽ പഠിക്കുന്നുണ്ട്. 81കാരൻ. അപ്പൊ നമ്മൾ 3 വയസ്സ് തുടങ്ങി 80 വയസ്സ് വരെ ആയിരുന്നു ആദ്യം. ഇപ്പൊ അത് ഈ വർഷം തുടങ്ങി അതും വ്യത്യാസം വരുത്തി 1 വയസ്സ് തുടങ്ങിയിട്ട് 81 വയസ്സ് വരെ ആക്കി. അതുപോലെ ചിത്രത്തിൽ കണ്ടു ഈ ആധുനിക രീതിയിലുള്ള സംഗതിയിൽ തന്നെയാണ്, അതായത് ടയറൊക്കെ ഇട്ടാണ്. പക്ഷെ ഈ പറയുന്നത് പോലെ മിതമായ സാഹചര്യങ്ങളിൽ ആളുകൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഒരുക്കിയേക്കുന്നത്. ഇത് നമ്മള് ഇരുമ്പിന്റെ ഫ്രെയിം ഒരുക്കിയേക്കാണ്, അതായത് GI പൈപ്പ് വെച്ച് അത് പൊങ്ങി കിടക്കാൻ മാത്രമാണ് ട്യൂബ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് അതിലൊരു ഏരിയ ഉണ്ടാക്കി ആദ്യ കാലങ്ങളിൽ നിലയുള്ള സ്ഥലത്ത് മാത്രമേ നിർത്തുള്ളൂ. കുട്ടികളാണെങ്കിലും അരക്ക് വെള്ളത്തിൽ നിർത്തുള്ളൂ, വലിയവരാണെങ്കിലും അരക്ക് വെള്ളത്തിൽ മാത്രമേ നിർത്തുള്ളൂ. നോർമലായിട്ട് ഒരു വ്യക്തിക്ക് ഇപ്പൊ നീന്തൽ പഠിക്കണമെങ്കിൽ എത്ര ദിവസം എടുക്കും? ഒരു 12 വയസ്സിനും 30 വയസ്സിനും ഇടയ്ക്കുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ വെറും 16 ദിവസം കൊണ്ട് നല്ല രീതിയിൽ നീന്തൽ പഠിച്ചിട്ട് പോകാം. 16 ദിവസം മതി നീന്തൽ പഠിക്കാൻ. പുഴ നീന്തി കടക്കണമെങ്കിൽ അതിന്റെ കുറച്ചും കൂടെ എക്സ്പെർട്ട് പഠിക്കണം, കുറച്ചും കൂടെ പഠിക്കണം. എത്ര രൂപയാണ് ചേട്ടൻ ഇവിടെ ഇതിന് ചാർജ് ഈടാക്കുന്നത്? ഇവിടെ 1 മാസത്തേക്ക് 100 രൂപ. അതും നമ്മൾ ഇവിടെ വരുമ്പോ തന്നെ ഒരു സുരക്ഷാ കമ്മിറ്റിയെ ഉണ്ടാക്കും ഓരോ വർഷവും. എന്നിട്ട് അവരുടെ കീഴിൽ സുരക്ഷ, അതായത് ഒരു ആംബുലൻസ്, എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ആംബുലൻസ് ഇടും. പിന്നെ ഒരു ബോട്ട് നമുക്കുണ്ട്, ബോട്ടിൽ നോക്കിയിരിക്കാനോ ഒരാള്, പിന്നെ ഒരു ചങ്ങാടം ഉണ്ട്, ചങ്ങാടത്തിൽ നോക്കിയിരിക്കാനോ ഒരാള്. അങ്ങനെ ഒരു 3 പേർക്ക് രൂപ കൊടുക്കുന്നുണ്ട് ഡെയിലി. അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പഠിതാവിന്റെ 1 മാസത്തേക്ക് 100 രൂപയാണ് ഇവിടെ വാങ്ങിക്കുന്നത്. ആ കമ്മിറ്റിക്കാർ വാങ്ങിച്ചിട്ട് ഈ കാര്യങ്ങളെല്ലാം നടത്തി തരും അവര്. അതൊരു മെയിന്റനൻസ് ചാർജ് പോലെ അല്ലേ ആവുന്നുള്ളൂ, അല്ലാതെ സ്വിമ്മിങ്ങിന് ഫീസ് ഒന്നുമില്ല. ഇത് ദക്ഷിണ ഗിഫ്റ്റ് ഫീസ് ഞാൻ വാങ്ങൂല, അല്ലാതെ വേറെ യാതൊരു ചെലവുകളും ഇല്ല. ശരിക്കും പറഞ്ഞത് ഒരു ബിസിനസ് എന്നുള്ള ബിസിനസ് അല്ല ഇത്. ഒരാൾ പോലും മുങ്ങി മരിക്കരുത്, അതാണ് ലക്ഷ്യം. അതേപോലെ തന്നെ ഇപ്പൊ സാഹസികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇപ്പൊ കണ്ണ് കെട്ടി കൈയും കാലും കെട്ടി നീന്തുക, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഇതൊക്കെ ശരിക്കും ശിഷ്യന്മാരാണോ? ഇതെല്ലാം ഇവിടെ പഠിച്ച, അതായത് നീന്തല് പറ്റാത്ത ആളുകളെ കൊണ്ടുവന്ന് നീന്തൽ പഠിപ്പിച്ച് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പുറം ലോകത്തിന് മനസ്സിലാവും നീന്തൽ വളരെ ഈസിയാണ്,
പെട്ടെന്ന് നടക്കും എന്നുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള തെളിയിക്കലാണ് ഈ ചെയ്യുന്നതെല്ലാം. അതായത് 2 കൈയില്ലാത്ത ആസിയും വെളിമണ്ണയെ നീന്തിച്ചു, പിന്നെ കാഴ്ചയില്ലാത്ത പല ആളുകളെയും, അങ്ങനെ 10 ഡിഫറെന്റ് കേസുകൾ ചെയ്തിട്ടുണ്ട് ഞാൻ. ശരിക്കും പറഞ്ഞാൽ ഇത് ഭയങ്കര റെക്കോർഡിലൊക്കെ വരേണ്ട ഒരു സംഗതി ആണല്ലോ, ഇത്ര വർഷമായിട്ട് ഇതിങ്ങനെ ചെയ്യുന്നത്. റെക്കോർഡിലൊന്നും വന്നില്ലെങ്കിലും ഇത് പൊതുസമൂഹം അറിയണം. ഇങ്ങനെ ഇത്ര പെട്ടെന്ന് വളരെ ഏരിയ കുറച്ച് 1000 പേരെ അല്ലെങ്കിൽ അത്രയും പേരെ ഓരോ വ്യക്തിക്ക് പഠിപ്പിക്കാൻ പറ്റുമെന്നുള്ളത് പൊതുജനം മുഴുവൻ അറിയണം. ഈ മാതൃക സ്വീകരിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ഒരാൾ പോലും മുങ്ങി വരിക്കില്ല. കേരളത്തിൽ നമുക്ക് ഒരുപാട് പുഴയൊക്കെ അവൈലബിൾ ആണ്, അപ്പൊ എല്ലായിടത്തും ചെയ്യാൻ പറ്റുമെന്നാണ് ചേട്ടാ? 44 പുഴ, പിന്നെ ജലാശയങ്ങള്, അങ്ങനെ എല്ലാം കൊണ്ടും നിറഞ്ഞു കിടക്കുന്നതാണ് കേരളം. അവിടെ എല്ലാം എവിടെ വേണമെങ്കിലും നീന്തൽ തുടങ്ങാം. ഞാൻ പഠിപ്പിക്കുന്ന ആലുവ പെരിയാറ് തന്നെ ഇതിന് നീളം 264 കിലോമീറ്റർ ആണ്. ഇതിന്റെ 2 കരകളിലും ഇതുപോലെ എല്ലാം സെറ്റപ്പ് ഒരുക്കി നീന്തൽ പഠിപ്പിക്കാവുന്നുള്ളൂ. അപ്പൊ എന്തായാലും ഈ പ്രോഗ്രാം കാണുന്ന പ്രേക്ഷകര് ചേട്ടന്റെ നമ്പർ നമ്മൾ താഴെ കൊടുത്തേക്കാം, അതിൽ കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ അവർക്കും പഠിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവുമല്ലോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ രാവിലെ ആലുവ മലപ്പുറം ദേശം കടവിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആർക്കും 16 ദിവസം കൊണ്ട് നീന്തൽ പഠിച്ചിട്ട് പോകാം. അപ്പൊ തീർച്ചയായിട്ടും ഈ പ്രോഗ്രാം കാണുന്ന ആൾക്കാർ ഈ നമ്പറിൽ വിളിക്കുക, ചേട്ടനായിട്ട് കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വെറും 100 രൂപയ്ക്ക് 16 ദിവസം കൊണ്ട് നീന്തൽ പഠിച്ചിട്ട് പോവാം. 100 രൂപ എന്ന് പറഞ്ഞത് ഒരു നിർബന്ധമുള്ള കാര്യമല്ല. ഇവിടെ ശരിക്കും സൗജന്യമായിട്ട് നീന്തൽ പഠിപ്പിക്കാൻ തയ്യാറാണ്. രൂപ കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആരുടെയും കയ്യിൽ നിന്ന് അത് രൂപ സ്വീകരിക്കുന്നതല്ല. ഇവിടെ നീന്തൽ പഠിപ്പിക്കൽ തന്നെയാണ് മുഖ്യം. ഇവിടെ ഒരു ബാച്ചിൽ നമുക്ക് 320 പേരെയാണ് ഒരു ബാച്ചിൽ നമുക്ക് ഇറക്കാൻ പറ്റുന്നത്. അത്രയും പേരാണ് ഒരു ബാച്ചിൽ ഇപ്പോൾ ഇറങ്ങുന്നത്. ഒരു ദിവസം എത്ര ബാച്ച് വരെ പഠിപ്പിക്കും? ഇപ്പോൾ നമ്മൾ 2 ബാച്ചാണ് നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ആള് ഇപ്പോൾ കുറച്ചുകൂടി ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മൾ അടുത്തൊരു ബാച്ചും കൂടി തുടങ്ങാനുള്ള ഒരു പ്ലാനിങ് ഉണ്ട്. 8 മണി മുതൽ 9 മണി വരെ എന്നുള്ളൊരു സമയത്ത്. മോർണിംഗ് ആണ് ക്ലാസ്സുകളെല്ലാം മോർണിംഗ് ആണ്. ഫസ്റ്റ് ബാച്ച് നമ്മൾ 6 to 7 ആണ്, സെക്കൻഡ് ബാച്ച് 7 to 8. ഇനി ഒരു ബാച്ച് തുടങ്ങുകയാണെങ്കിൽ അത് 8 to 9 ആണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. 1000-1500 അത്ര ആൾക്കാരൊക്കെ പഠിക്കാൻ വരാറുണ്ടോ അറ്റ് ടൈം? ഇത്ര ആളെ നമുക്കൊരു പ്രാവശ്യം ഇറക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇത് പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് പ്രാവശ്യം കൂടുതലാണ്. കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റ് ടൈമൊക്കെ നമുക്ക് 2 ബാച്ച് ആക്കേണ്ടത്. അപ്പം നമുക്ക് തുടക്കത്തിൽ തന്നെ 2 ബാച്ചിലാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത് ക്ലാസ്സൊക്കെ. കൂടുതലായിട്ട് പഠിക്കാൻ വരുന്ന ചെറിയ കുട്ടികളാണോ അതോ അഡൽട്സ്? അല്ല, എല്ലാവരും ഉണ്ട്. ഇപ്പോൾ പറഞ്ഞത് വെക്കേഷൻ ടൈമാണല്ലോ, ആ സമയത്ത് നമുക്ക് വെക്കേഷനിൽ കുട്ടികളാണ് ഈ സമയത്ത് നമുക്ക് കൂടുതൽ. ഇത് നവംബർ 1 സ്റ്റാർട്ട് ചെയ്തതാണ്. ആ സമയത്തൊക്കെ കുറച്ച് വലിയ ആൾക്കാരൊക്കെ ആയിരുന്നു. ഇപ്പം ഈ ഒരു മാർച്ച് പകുതി മുതൽ ഇങ്ങോട്ട് കുട്ടികളാണ് നമുക്ക് കൂടുതലും. ഇപ്പൊ കൂടുതലാണ്. അതെ, ഇത് അഡ്മിഷൻ ഫോമാണ്. ഇവിടെ പുതുതായിട്ട് ചേരാൻ വരുമ്പോൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ്? ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറഞ്ഞാൽ നമ്മൾ വരുമ്പോൾ ഇവിടുന്ന് ഫോം വാങ്ങണം. അത് നമുക്ക് ഇവിടെ മീറ്റിംഗ് ഉണ്ട്, അത് അറ്റൻഡ് ചെയ്യുക. ഈ ഫോം ഫില്ല് ചെയ്ത് നമുക്കത് പിറ്റേ ദിവസം റിട്ടേൺ ചെയ്യാം. അപ്പോൾ അവരെ നമ്മൾ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമ്മൾ അത് കൂടെ കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പം എന്തെങ്കിലും ഇന്ന ഡ്രസ്സ് ധരിക്കണം, സേഫ്റ്റി മെഷേഴ്സ് അങ്ങനെ എന്തൊക്കെയാണ് എടുക്കുന്നത്? ഡ്രസ് കോഡ് എന്ന് പറയുന്നത് ലേഡീസിന് നമ്മൾ എന്താ പറയുക, കോളറുള്ള ടീഷർട്ടും പാൻറ്റും ഇതാണ്. പിന്നെ നമുക്കറിയാലോ നമ്മുടെ കംഫർട്ടിനനുസരിച്ചുള്ള ഒരു വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ്. അതെ അതെ, ഇവിടെ കുട്ടികൾക്ക് നമ്മളെ പാരൻസ് നിർബന്ധമാണ്. കരയിൽ ഒരാൾ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. പിന്നെ ലേഡീസിന് നമ്മളൊരു 16 പേരെ പറയുന്നുണ്ട്. അവരിൽ ഒരാൾ അത് നിർബന്ധമല്ല. കാരണം ഇവിടെ ഇതെല്ലാം സാറിൻ്റെ സാറിപ്പോൾ ഇവിടെ തുടങ്ങിയിട്ട് 15 വർഷമായി. അപ്പോൾ സാറിൻ്റെ അനുഭവത്തിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അത് വ്യക്തമായിട്ട് നമ്മൾ പാലിക്കന്നെ വേണം. അപ്പോൾ അതുകൊണ്ട് അത് പാലിച്ചു പോവുക. അതെ, ബ്രദർ 22 വയസ്സ് കഴിഞ്ഞാൽ മകൻ, പിന്നെ ബ്രദർ, ഹസ്ബൻഡ്, അച്ഛൻ, അമ്മ, ഹസ്ബൻഡിൻ്റെ അച്ഛൻ, ഹസ്ബൻഡിൻ്റെ അമ്മ, അങ്ങനെ ഒരു ലിസ്റ്റാണ് നമുക്കുള്ളത്. അതെ അതെ അതെ. ഇതിപ്പോൾ നമ്മളൊരു 5 മണിക്കൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. കാരണം നമുക്കിവിടെ കണ്ടാലറിയാം അവിടെ സേഫ്റ്റി മെഷേഴ്സ് അതെല്ലാം നമുക്ക് സെറ്റ് ചെയ്യണം, ട്രാക്കൊക്കെ. അപ്പോൾ അതെല്ലാം ട്രാക്ക് സെറ്റ് ചെയ്തിട്ട് വേണം നമുക്കിവിടെ 6 മണിക്ക് ബാച്ച് തുടങ്ങാനായിട്ട്. അപ്പോൾ 5 മണിക്ക് തുടങ്ങി 4:30 ആകുമ്പോഴേക്ക് 4-4:30 ആകുമ്പോൾ സാറൊക്കെ എത്തും. 5 മണിക്കൊക്കെ എല്ലാവരും എത്തി സെറ്റ് ചെയ്യാൻ തുടങ്ങും. ഇതിപ്പോൾ ഒരു 9-9:30 ആ സമയം വരെയൊക്കെ നീണ്ടുപോകും. ഒരു ദിവസത്തെ ക്ലാസ് അത്രയേ ഉള്ളൂ. അതെ അതെ. 16 ദിവസത്തേക്കാണ് ഈ ക്ലാസ് നടത്തുന്നത്. 16 ദിവസമല്ല, ഇതിപ്പോൾ നമ്മൾ നവംബറിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പറയുന്നത് മെയ് 31 വരെയാണ്
നമ്മളിപ്പോൾ ഈ ഒരു അത് കഴിഞ്ഞാൽ പിന്നെ മഴയും ഇതൊക്കെ ആകുമ്പോൾ ക്ലാസ്സുകളൊക്കെ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ നമ്മൾ അടുത്ത നവംബർ 1 വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. നീന്തൽ പഠിക്കുക എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സംഗതിയായിട്ട് മാത്രമാണ് നമ്മുടെ സൊസൈറ്റിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നും വെറും 100 രൂപ സർചാർജിൽ അത് ഉള്ളവർ കൊടുത്താൽ മതി, ഇല്ലാത്തവർ അതുപോലും കൊടുക്കണം എന്നില്ല. വളരെ അച്ചടക്കത്തോടുകൂടി കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് എല്ലാ സേഫ്റ്റി സൗകര്യങ്ങളും ഒരുക്കി ഒരുപാട് പേര് ഇവിടെ നീന്തൽ പരിശീലിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ നീന്തൽ പരിശീലിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ആരും വെള്ളത്തിൽ വീണിട്ടൊരു അപകടം ഉണ്ടാകരുതെന്നുള്ള രീതിയിൽ അത്രയും സർവൈവൽ സ്കില്ലെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഇവരുടെ ബാച്ച് സെറ്റ് ചെയ്തിരിക്കുന്നത്. സിലബസ് എല്ലാം വെച്ചിട്ട് അത്രയും ഭയങ്കര അടിപൊളിയായിട്ട് പ്രോഗ്രാം ചെയ്താണ് ഈ ഒരു സംഭവം മുന്നോട്ട് പോകുന്നത്. ഇവിടെ നമ്മൾ പഠിക്കാൻ വരുന്ന കുട്ടികളെ 12 ക്ലാസ്സുകളാക്കി തിരിച്ചിട്ടുണ്ട്. pre-KG മുതൽ PD വരെ 12 ക്ലാസ്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് വരുന്ന കുട്ടികൾ pre-KG സ്റ്റുഡൻസ് ആയിരിക്കും. ഒരു ദിവസം അവർ വെള്ളത്തിൽ മുങ്ങിയിരിക്കും. ഈ ഒരു ഭാഗത്താണ് മുങ്ങിയിരിക്കുന്ന ഭാഗമാണ്. അത് കഴിഞ്ഞ് പിന്നെ LKG എന്ന് പറയുമ്പോൾ അവിടെ ഫ്ലോട്ടിംഗ് ആണ്. നമ്മൾ 4 ദിവസം ഫ്ലോട്ട് ചെയ്യും. അത് ആ ഒരു നിശ്ചിത ദൂരം പാസ്സായാൽ മാത്രം അടുത്ത ക്ലാസ് UKG-യിൽ ചെല്ലുമ്പോൾ കാലടിച്ചുകൊണ്ട് 20 അടി ദൂരം നമ്മൾ നീന്തുന്നതാണ്. UKG കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ LP-യിൽ വരുമ്പോൾ കൈ ഉപയോഗിച്ച് കാലുപയോഗിച്ചും നമ്മൾ നീന്തുന്നു. അത് കഴിഞ്ഞ് UPA എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ എത്തുമ്പോഴാണ് നമ്മൾ നീന്തലിനോടൊപ്പം തന്നെ ശ്വാസം എടുത്ത് നീന്താനായിട്ട് പരിശീലിപ്പിക്കുന്നത്. UPA കഴിഞ്ഞ് UPB എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ആഴമുള്ള ഭാഗത്ത് നമ്മൾ ഇതേപോലെ നീന്തുന്നതിൻ്റെ ഒപ്പം ശ്വാസം എടുത്ത് നീന്താനായിട്ട് പഠിപ്പിക്കും. അത് കഴിഞ്ഞ് ഹൈസ്കൂളിൽ 70 അടി ദൂരം നമ്മൾ ഇതുപോലെ കൈയും കാലും ഉപയോഗിച്ച് നീന്തുന്നു. അതിനിടയ്ക്ക് 1 2 3 1 2 3 എന്നുള്ള ഒരു ഗ്യാപ്പിൽ ശ്വാസം എടുക്കുന്നു നീന്തുന്ന സ്ഥലത്ത്. അങ്ങനെ 70 അടി ദൂരം നമ്മൾ 8 ദിവസം നീന്തി അത് സക്സസ് ആയിട്ട് നീന്തി എന്ന് ഉറപ്പ് വരുത്തുമ്പോൾ നമ്മുടെ പുഴയുടെ നടുക്ക് ഒരു 70 അടി കൃത്യം 70 അടി ദൂരത്ത് സാറ് നിൽക്കും. അവിടം വരെ നമ്മൾ ഒറ്റയ്ക്ക് നീന്തി പോകണം. ഈ ഫ്രെയിം വിട്ട് നമ്മൾ ഒറ്റയ്ക്ക് നീന്തി പോകണം. അതുവരെ പോയി സാറ് നമ്മുടെ കയ്യിൽ ഒരു ട്യൂബ് കൊടുക്കും. ആ ട്യൂബ് നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിക്കണം. അപ്പോൾ സാറ് നമ്മൾ തിരിച്ചും മറിച്ചൊക്കെ ഇടും. അപ്പോൾ നമുക്കൊരു അപകടം പറ്റുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ട്യൂബ് കിട്ടുകയാണെങ്കിൽ അത് എങ്ങനെ പിടിക്കാം എന്നതിൻ്റെ ഒരു ട്രെയിനിങ് ആണത്. അപ്പോൾ അത് നമ്മൾ ഹോൾഡ് ചെയ്ത് തന്നെ പിടിച്ചു. അത് സക്സസ് ആയിട്ട് അത് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ച് നമ്മൾ 70 അടി ദൂരം ഒറ്റയ്ക്ക് തിരിച്ച് നീന്തി വരുമ്പോൾ നമ്മളെ +1 +2ലേക്ക് നമ്മളെ പ്രൊമോട്ട് ചെയ്യും. ഈ ഒരു ഭാഗമാണ് +1 +2. ഇവിടെ ആഴമുണ്ട്. പക്ഷേ ഹൈസ്കൂൾ ടെസ്റ്റ് പാസ്സായി വരുന്നവർ മാത്രമാണ് ഈ ഭാഗത്ത് ഉണ്ടാവുക. 100 അടി ദൂരമാണ് ഇതിൻ്റെ ഒരു ലെങ്ത്ത്. ഇവിടെ നമ്മൾ 8 ദിവസം നീന്തും. 8 ദിവസം കറക്റ്റ് ഈ ഒരു 100 അടി ദൂരം നമ്മൾ നീന്തി കഴിഞ്ഞതിന് ശേഷം മറ്റൊരു ട്യൂബ് ടെസ്റ്റ് ഉണ്ട്. അതായത് നമ്മുടെ കയ്യിലൊരു ട്യൂബ് തരും. ആ ട്യൂബ് പിടിച്ച് പുഴയുടെ നടുക്കിൽ കൂടെ 200 മീറ്റർ ദൂരം നമ്മൾ ഒറ്റയ്ക്ക് പോകണം. അത് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡിഗ്രിയിലോട്ട് മാറ്റും. ഡിഗ്രി എന്ന് പറയുമ്പോൾ അവിടെ നിലയില്ലാത്തൊരു ഭാഗമാണ്. അവിടെ 1 അവർ ടൈം നമ്മൾ എവിടെയും പിടിക്കാതെ നമ്മൾ തുഴഞ്ഞു കിടക്കണം. അതാണ് ആ തുഴച്ചിൽ തൊട്ടാണ് നമ്മുടെ പഠനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അപ്പോൾ 1 മണിക്കൂർ നമ്മൾ എവിടെയും ടച്ച് ചെയ്യാതെ 1 മണിക്കൂർ നമ്മൾ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. അത് കഴിഞ്ഞ് 1 അവർ കംപ്ലീറ്റ് ആകുമ്പോൾ മണൽവാരലുണ്ട്. മണൽവാരൽ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 70 അടി ദൂരം സാറ് നിൽക്കും. അവിടെ ചെല്ലുമ്പോൾ നമ്മളെ സാറ് വെള്ളത്തിനടിയിലോട്ട് ചവിട്ടി താഴ്ത്തും. അപ്പോൾ അവിടെ ഒരു 15 അടി ആഴമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ പുഴയുടെ അടിത്തട്ട് വരെ പോയി അടിയിൽ നിന്നൊരു കല്ലോ മണ്ണോ എടുത്ത് സാറിന് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കണം. അപ്പോൾ പുഴയുടെ ആഴത്തിനോടുള്ള ആ ഒരു പേടി മാറാനാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ PG-യിലോട്ട് മാറ്റും. PG-യിൽ 2 അവർ ടൈം നമ്മൾ ഇതുപോലെ തുഴഞ്ഞു കിടക്കണം. അത് 4 ദിവസം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ PhD എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അവിടെ നല്ല ആളുള്ള ഭാഗമാണ്. പക്ഷേ ആ ഒരു സ്റ്റേജ് എത്തുമ്പോഴേക്കും എല്ലാവരും നല്ല രീതിയിൽ നീന്തൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. അവിടെ 1 അവർ നമ്മൾ കണ്ടിന്യൂസ്ലി നമ്മൾ സ്വിം ചെയ്യും. അത് 6 ദിവസം അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഹാഫ് ക്രോസിംഗ് ഉണ്ട്. 4 ദിവസം. ഇന്നിപ്പോൾ ഈ ശനിയാഴ്ച നീന്താൻ പോകുന്ന കുട്ടികൾ ഈ ദിവസം ഒരു ഹാഫ് ക്രോസിംഗ് ഉണ്ട്. അപ്പോൾ ഒരു 450 മീറ്റർ ദൂരം നമ്മൾ പുഴയുടെ നടുക്കിൽ കൂടെ നമ്മൾ നീന്തിപ്പോകും. അങ്ങനെ ഒരു 4 ദിവസം. അത് 4 ദിവസം കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഫൈനൽ ഡേ ക്രോസിംഗ് വരുന്നത്. അന്ന് നമ്മൾ മണ്ഡപം കടവിലിറങ്ങി പുഴയുടെ അക്കരെ വരെ നീന്തി അവിടെ ചാഞ്ഞു നിൽക്കുന്ന ഒരു മരമുണ്ട്. അതൊന്നൊരു ഇല പറിച്ച് നമ്മുടെ ഈ പടവിൽ വന്ന് നീന്തി കയറുമ്പോൾ 780 മീറ്റർ ദൂരമാണ് ഫൈനൽ ഡേയിൽ നമ്മൾ ക്രോസ് ചെയ്യുന്നത്. ഇപ്പോൾ നവംബർ 1 മുതൽ പഠനം ആരംഭിച്ചു. ഈ ഒരു സമയത്തിനകം 129 പേര് ക്രോസ് ചെയ്തു. 129 പേര് നമ്മുടെ കോഴ്സ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് പുഴ നീന്തി കടന്നു. അതിൽ 5 വയസ്സുള്ള 3 കുട്ടികളുണ്ട്. 5 വയസ്സ് 3 മാസമുള്ള കൈസ് എന്ന് പറഞ്ഞ കുട്ടിയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി. പിന്നെ അതിൽ 5 വയസ്സുകാരൻ ഗൗതം എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. ആ കുട്ടി ആദ്യം പുഴ നീന്തി കടന്നു. അതിനുശേഷം കൈ പുറകിൽ കെട്ടി ഈ പറഞ്ഞ 780 മീറ്റർ ദൂരം നീന്തി. അതുപോലെ അയാൻ എന്ന് പറഞ്ഞൊരു കുട്ടി, അവനും ഈ പറഞ്ഞ 5 വയസ്സുകാരാണ്. 68 വയസ്സുള്ള സ്റ്റാൻലി ചേട്ടനാണ് ഏറ്റവും പ്രായം കൂടിയ വ്യക്തി. അപ്പോൾ അങ്ങനെ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ, സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഉൾപ്പെടുന്ന 129 പേര് ഈ ഒരു സമയത്തിനകം നീന്തി കടന്നു.
ഞാനിപ്പോ പരിചയപ്പെടുത്താൻ പോകുന്നുണ്ടല്ലോ, ഇവിടെ നീന്തൽ പഠിച്ചിട്ട് ഏറ്റവും വലിയ റെക്കോർഡ് ഇട്ട ഒരു പ്രത്യേകതയുള്ള മനുഷ്യനാണ്. ആ പ്രത്യേകത എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവും. ഞാൻ ആ ചേട്ടനോട് സംസാരിക്കട്ടെ. ചേട്ടാ, പേരെന്താണ്? എൻ്റെ പേര് രതീഷ് എന്നാണ്. കോട്ടപ്പുറമാണ് സ്വദേശം. ആലുവ പറവൂർ റൂട്ടിൽ കോട്ടപ്പുറം സ്വദേശം. ചേട്ടൻ എന്താണ് ഇവിടെ ഇപ്പൊ പറഞ്ഞു കടലൊക്കെ നീന്തി കടന്നു എന്ന് പറഞ്ഞാൽ? ഞാൻ ഇതുപോലെ എനിക്ക് ഫിസിക്കലി ആയിട്ട് എനിക്ക് ശാരീരിക പരിമിതിയുള്ള ഒരാളാണ്. 2 കാലുകളും തളർന്ന വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് എല്ലാവരെയും പോലെ തന്നെ എൻ്റെ ആഗ്രഹങ്ങളിൽ ഒരു ആഗ്രഹമായിരുന്നു നീന്തൽ പഠിക്കണം, പുഴയിൽ ഇറങ്ങണം, വെള്ളത്തിൽ കളിക്കണം എന്നൊക്കെ ഉള്ളത്. അങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയ വഴി സജീവ് വാളശ്ശേരി സാറിന് പരിചയപ്പെടുകയും സാർ എന്നോട് പറഞ്ഞു, നീന്തൽ പഠിക്കാൻ എന്താ കുഴപ്പം, നിങ്ങൾക്ക് കയ്യോ കാലോ ഇല്ലയെന്ന് പറഞ്ഞു, മാറി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, നീന്തണം എന്നൊരു ആഗ്രഹം ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് 2022 മാർച്ച് 24 ആദ്യമായിട്ട് ഈ കടവിൽ കാലൊന്ന് വെള്ളത്തിലിട്ട് ഇരിക്കാൻ പറ്റി. അന്ന് മുതൽ നീന്തൽ സ്റ്റാർട്ട് ചെയ്തു. 11ാം ദിവസം അക്കരെ ആ കടവിൽ പോയി തൊട്ടു. സാറ് പ്രത്യേക ട്രെയിനിങ് ആയിരുന്നു. കാരണം സാർ ആദ്യം കാലുകൾ ഉപയോഗിക്കാണ്ട് നീന്തി നോക്കിയിട്ട് എന്നെ അത് പറഞ്ഞ് പഠിപ്പിക്കുമായിരുന്നു. പിന്നെ അങ്ങനെ പഠിച്ച് 22ാം ദിവസം നമ്മൾ ആശ്രമം കടവിൽ നിന്ന് നമ്മുടെ മണ്ഡപം നമ്മുടെ മണപ്പുറം ദേശം കടവിലേക്ക് 1.5 കിലോമീറ്റർ നീന്തി പുഴ ക്രോസ് ചെയ്തു. കടൽ ക്രോസ് ചെയ്ത സംഭവം എപ്പോഴായിരുന്നു? കടൽ ഞങ്ങൾ കഴിഞ്ഞ ശിവരാത്രിയുടെ അന്ന് നമുക്ക് ഇവിടെ അവധിയായിരുന്നു. അന്ന് നമ്മളെല്ലാവരും കൂടി ഒരു 15 പേര് കടലിൽ പോയി. സാറിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ കടലിൽ ഒരു 10 കിലോമീറ്റർ നീന്തി ചെയ്തു. എന്താണ് മനസ്സിലെന്താണ് ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ? അത് നമ്മൾ ഉദ്ദേശിച്ചത് ഇതൊക്കെയായിരുന്നു. കാരണം എന്നെ പോലെ ശരീര പരിമിതികളുള്ള ഒരുപാട് പേരുണ്ട്. അവർ ഇങ്ങനെ പലരും വീടുകളിൽ മാത്രം ഒതുങ്ങി കഴിയുന്നവരുണ്ട്. നമുക്കും പുറത്തേക്ക് ഇറങ്ങിയാൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്ക് മനസ്സിലൊരു ആഗ്രഹം വന്നു കഴിഞ്ഞാൽ നമുക്കത് നേടാൻ സമൂഹം മൊത്തം നമ്മളെ കൂടെ നിൽക്കും. ഇതൊക്കെയായിരുന്നു എനിക്ക് അതുകൊണ്ട് വെളിപ്പെടുത്താൻ പറ്റിയത് കാര്യം. പിന്നെ എനിക്ക് പേഴ്സണലി ആണെങ്കിൽ എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ സജി സാറിൻ്റെ വളാശ്ശേരി റിവർ സ്വിമ്മിംഗ് ക്ലബ്ബ്. ഇപ്പൊ ഈ വോളണ്ടിയർ ടീഷർട്ടൊക്കെ ഇട്ടിട്ട് ഇവിടെ തന്നെ അങ്ങ് എല്ലാരും പഠിപ്പിക്കാൻ കൂടിയോ? ഇപ്പൊ നമ്മൾ ഉണ്ട് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇതിന്റെ ഒപ്പം തന്നെ ഉണ്ട്, സുരക്ഷാ ടീമിലുണ്ട്. അങ്ങനെ അങ്ങ് പോകുന്നു. ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഹാപ്പിയാണ്, വളരെ സന്തോഷം.